ഇപ്പോൾ വന്ന കണ്ടെയ്നറുകൾ ഏകദേശം എല്ലാം കാലിയായിട്ടുള്ള കണ്ടെയ്നറുകളാണ്. നമ്മൾ നേരത്തെ 10 മണിക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഞാനുള്ളത്. ആ സമയത്ത് ഈ കയറിൽ കെട്ടിയിരുന്ന 3 കണ്ടെയ്നർ മാത്രമായിരുന്നു, ഒരു ലോക്ക് ചെയ്ത് ഒരു ബ്ലോക്കാക്കിയുള്ള 3 കണ്ടെയ്നർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു 3 കണ്ടെയ്നർ, തൊട്ട് സമീപത്തായി 2 കണ്ടെയ്നറുകളുടെ ഒരു ബ്ലോക്ക്, സമീപത്ത് തന്നെ 3 കണ്ടെയ്നറിൻ്റെ മറ്റൊരു ബ്ലോക്ക്, അങ്ങനെ 9-11 കണ്ടെയ്നറാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത്. 10 മണിക്ക് 3 എണ്ണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ 11 കണ്ടെയ്നറുകൾ ഇപ്പോൾ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്പോഞ്ച് പോലത്തെ സംവിധാനമുണ്ട്. അത് തീരത്താകെ അടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. തീരത്ത് പൂർണ്ണമായിട്ടും ഈ തെർമോക്കോളിൻ്റെ ഭാഗങ്ങൾ അടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ വെള്ളം ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടി പ്രദേശത്തു നിന്നുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കണ്ടെയ്നറിൽ കയറ് കാണുന്നുണ്ട്. എല്ലാ കണ്ടെയ്നറും അങ്ങനെ കെട്ടാൻ പറ്റുന്ന സ്ഥിതിയാണോ അവിടെയുള്ളത്? കണ്ടെയ്നർ വീണ്ടും കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. ആ സമയത്ത് മറ്റ് സ്ഥലങ്ങളിൽ പോയി പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കയർ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്. മറ്റുള്ള കണ്ടെയ്നറുകൾ ഒന്നും തന്നെ ബന്ധിപ്പിച്ചിട്ടില്ല. ഈ 3 കണ്ടെയ്നറിലും തുണിയടക്കമുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ വെള്ളവും അതുപോലെ തന്നെ തെർമോക്കോളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. ശക്തമായ കാറ്റാണ് മൺസൂൺ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ വടക്ക് നിന്ന് തെക്കോട്ട് കാറ്റടിക്കുന്ന ഒരു പ്രതിഭാസമാണ് മൺസൂൺ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വടക്കൻ മേഖലയിൽ കൊച്ചിയുടെ തീരത്ത് മുങ്ങിയ ആ കപ്പലിൽ നിന്നുള്ള ആ കണ്ടെയ്നറുകൾ നേരെ കൊല്ലം ഭാഗത്തേക്ക്, ഇന്നലെ പറഞ്ഞതനുസരിച്ചും 45% സാധ്യത ആലപ്പുഴയിലേക്ക് വരാനും 25% സാധ്യത കൊല്ലത്തേക്ക് വരാനുമായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടെയ്നറുകൾ പൂർണ്ണമായും, നേരത്തെ 23 ഇപ്പോൾ 31 കണ്ടെയ്നറുകൾ വിവിധ ഭാഗങ്ങളിലായി അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശദമായി കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഈ ജലപരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി സാമ്പിൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 നിൽക്കുന്ന നമ്മൾ ഈ ലൈവിന് കണ്ണലിലേക്ക് പോകുന്ന ആ സമയത്ത് നിന്ന് മഴ അവിടെ കനക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.